Huh? എന്റെ ബെഡ് മുഴുവൻ നശിപ്പിച്ചു. ഞാനിനി നിന്റെ വീട്ടിൽ വന്ന് കിടക്കാടി. കല്ലുവിന്റെ വീട്ടില് മണിമോൾ വരണ്ട. മണിമോൾ ചീത്ത. ഓ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ വരികയാണേനും. മമ്മി, മമ്മി, ഓടി വാ മമ്മി. മമ്മി, കല്ലു, അപ്പി. ഓ, മമ്മീന്റെ ഒരു വൃത്തികെട്ട ബുദ്ധിയായി പോയി ഈ ബുദ്ധി. ശോ, ഇനി ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ എത്ര ക്ലീൻ ചെയ്താലും ഇത് വൃത്തിയാവൂ. ഇനി എനിക്ക് ഈ റൂം വേണ്ട. എന്തിനാണ് എന്റെ കുറുമ്പി മോളെ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എന്തിനാണ് ഒച്ച വെക്കുന്നേ? നോക്ക് നോക്ക് മമ്മി, ബേക്കിലൊക്കെ നോക്ക്. എന്റെ മോള് മമ്മി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ബേക്കിലൊക്കെ നോക്ക് മമ്മി. അയ്യേ, ആരീട്ട് പാടില്ല. ഓ മൈ ഗോഡ്, ഈ നാശം പിടിച്ച പെണ്ണ് എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? മമ്മി, എനിക്ക് നാറിട്ട് പോയി മമ്മി. ഞാൻ ഈ റൂമിൽ കിടക്കൂല. ഈ റൂം എനിക്ക് വേണ്ട മമ്മി. എടി കല്ലു, നീ എന്ത് പണിയായി കാണിച്ചേ? കല്ലു, അപ്പി. എടി പെണ്ണേ, നിന്റെ വീട്ടിലേക്ക് ബെഡിലാണ് അപ്പി ഇടുന്നേ? അങ്ങനെ ചോദിക്കും മമ്മി, ചോദിക്കും അവളോട്. മമ്മി, അതിനെ വലിച്ച് താഴെ ഇട്ടിക്കട മമ്മി. അതിനെ വലിച്ച് പുറത്തേക്കട മമ്മി. കല്ലു, അപ്പിട്ടു. ഓ മമ്മി, ഇനി ഇതിനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇതിനെ പിടിച്ച് പുറത്താക്കും മമ്മി. എന്നിട്ട് അമുത്തിനോട് ഈ റൂമൊക്കെ ഒന്ന് വന്ന് ക്ലീൻ ചെയ്യാൻ പറയ്. ഹോ, നാറിട്ട് പാടില്ല മമ്മി. മമ്മി, ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യില്ല മമ്മി. ഹോ, ഈ വൃത്തികെട്ട പെണ്ണ് എന്തിനാ മമ്മി കടക്കയിൽ തന്നെ കൊണ്ടുവന്നിരുത്തിയത്? ഹോ മോളെ, ഈ പെണ്ണ് ഇമ്മാതിരി പണി ഒപ്പിക്കുന്നു ഞാൻ വിചാരിച്ചില്ലടി.
മുത്തേ പാറു ഒച്ചയുണ്ടാക്കല്ലേ മുത്തേ ഇവിടെ ചെറിയമ്മ എവിടെ ഇപ്പോഴേ മണിമോൾ റൂമിലേക്ക് പോയിരുന്നു അവിടെയാണ് കല്ലുമോൾ ഉണ്ടോന്ന് എനിക്ക് സംശയം മുത്തേ നീയും വാ നമുക്കൊന്ന് പോയി നോക്കാന്ന് അയ്യോ ഞാൻ വന്നാലേ ചെറിയമ്മക്ക് സംശയമാവും ചെറിയമ്മ ഇവിടെ വന്ന് നോക്കും ഞാനുണ്ടോന്ന് അപ്പൊ അപ്പൊ ഞാൻ എവിടെ അന്വേഷിക്കില്ലേ ആ അത് ശരിയാണ് മുത്തേ ഇവിടെ നിൽക്കാണ് നല്ലത് സുൽഫിക്കേ നിങ്ങൾ രണ്ടുപേരും പോയി നോക്ക് സുൽഫിക്കേ എന്ത് വന്നാലും വേണ്ടില്ല നമ്മളെ കല്ല് ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം അതിനെന്താ പാർക്കുട്ടി ഞാൻ എന്തായാലും പാർക്കുട്ടിയെ പിന്നാലെ തന്നെ ഉണ്ടാവും പാറു ഇതാ ഇതിലെ അങ്ങോട്ട് പോയിക്കോ പാറു നല്ലോണം ശ്രദ്ധിക്കണേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തേ സുൽഫിക്കേ വേഗം നടക്ക് എന്റെ കല്ലുമോൾ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അവിടെ ഉണ്ടാവും പാർക്കുട്ടി ഇത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ ഓർക്കൊന്നും പറ്റൂല എന്റെ ദൈവമേ ചെറിയമ്മ കാണാതിരുന്നാൽ മതിയായിരുന്നു പാവം കല്ലു ചെറിയമ്മയും മണിമോളും അതിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ എനിക്ക് അപ്പഴേ സംശയം തോന്നിയതാ ചെറിയമ്മയുടെ കല്ലുവിനോടുള്ള സ്നേഹം കണ്ടപ്പോ ആ മുത്തശ്ശൻ ഇവിടെ ഉണ്ടെങ്കിൽ മുത്തശ്ശനോട് ഞാൻ പോയി നോക്കാൻ പറയുന്നു ഇന്നിപ്പോ അച്ഛനെയും കാണുന്നില്ല എടാ ഉസ്മാനെ പച്ചക്കറി ഒന്നും വാങ്ങൂല എന്താ ഒരു വില എന്നറിയോ തീ വിലയാണ് പച്ചക്കറി അങ്ങനെ സ്വർണത്തിന്റെ പോക്കോ എവിടേക്കാണ് ഈ പോക്കെന്ന് അള്ളാഹ്ക്ക് അറിയാം. പറയും പോലെ അന്റെ കുട്ടിയുടെ നിക്കാഹായില്ലേ എന്താ കാട്ടണു അതന്നെ ഇപ്പൊ പറയണതേ ഇന്റെ ചെറുക്കന്റെ നിക്കാഹാണേ മഹർ വാങ്ങണ്ടേ ഓനിക്ക് അതിന് എത്രങ്ങാനും പൈസ വേണമെന്ന് വെച്ചിട്ടാ. എന്താ കാട്ട ഉസ്മാനെ കാലം പോണൊരു പോക്കി അല്ല നമ്മളെ ബാലു അല്ലേണോ വരുന്നത് എന്താ ബാലുന് നല്ല സങ്കടം ഉണ്ടല്ലോ മോത്ത്. ഉസ്മാൻക്കാ എന്താ കുട്ടിയെ അന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, എന്താ എനിക്ക് പറ്റിയത്? അതെ എന്താ ബാലുവോ നിങ്ങൾ ആരെങ്കിലും കല്ലുമോളെ കണ്ടോ? ഇന്റെ കല്ലുമോളെ കാണില്ല, കുറച്ചു നേരായി അവിടെ എല്ലാരും തെരഞ്ഞു ചടച്ചക്കണു. എന്റെ പടച്ചോനെ ആ കുട്ടി ഇപ്പൊ എവിടുക്ക പോയത് അറിയില്ല കതിർക്ക, കൊറേ നേരായി തെരയണു, ഞാൻ തെരഞ്ഞു മടുത്തു, എവിടെയും കാണുന്നില്ല കുട്ടീനെ. പോലീസിലെ അറിയിപ്പിച്ച് ബാലുവോ എന്താ നീ താമസിച്ചണ്? അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുമ്പിടിയും കിട്ടണില്ല. എന്നാലും ആ കുട്ടി ഇപ്പൊ എവിടുക്ക പോയത്? കുഞ്ഞി പെയ്തലല്ലേ അത്. ഇത് പേടിച്ചണ്ട ബാലു, ഈ നാട്ടിന്നേ അത് എവിടെ പോവാനാ, ഞമ്മക്കൊക്കെ അന്വേഷിച്ചാന്ന്. ഈ പച്ചക്കറിക്ക് ഇവിടെ ഇരിക്കട്ടെ, വാ ഞമ്മക്കേ പോയൊക്കെ ഉസ്മാനെ ഓന്റെ പിന്നാലെ. വാ ബാലു, ഞമ്മക്ക് ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് ഒരു കാര്യമല്ല, ഞമ്മക്ക് എല്ലായിടത്തും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കുക. അടുത്തുള്ള വീടുകൾ കൂടി അന്വേഷിച്ചോ ബാലു ഇജ്ജ്? അന്വേഷിച്ചോന്ന്, ഇനി ഒരു വീട് പോലും അവിടെ 4 പുറത്തും ബാക്കിയില്ല. സുൽഫിക്കേ അവിടുന്ന് കല്ലുമോൾ ശബ്ദം കേൾക്കുന്നുണ്ട് തോന്നുന്നു. പാറു എന്തായി മുത്തേ മിണ്ടാതിരിക്ക്, ഞങ്ങൾ നോക്കട്ടെ, ഓനെ കയ്യോടെ പിടിക്കണം. സുൽഫിക്കേ കല്ലുവിനെ വഴക്ക് പറയാൻ തോന്നുന്നു അവര്. പാവം കല്ലു. എന്തായാലും വേണ്ടില്ല, ഇനി അങ്ങോട്ട് പോയി നോക്കാം, അവരെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. പാറു പോയിട്ട് നിന്റെ അമ്മയെ വിളിച്ചിട്ട് വാ, അതല്ലേ നല്ലത്. ഈ സുൽഫിക്കേ ഉള്ളപ്പേ എന്തിനാ അമ്മേനിക്ക് വിളിക്കണേ? ഞാൻ തന്നെ മതിയല്ലോ. സുൽഫിക്കേ പതുക്കെ, സുൽഫിക്കേ ഇനി സമയം കളയണ്ട, വാ വന്ന് പാർക്കുട്ടി വന്നു നടക്ക്. ഞാൻ അടുക്കളയ്ക്ക് പോവാ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലേ ചിലപ്പോ ഞാൻ പറഞ്ഞെന്നാ വിചാരിക്കും.
ആരാണെന്ന്. മമ്മി ഒരു വടി എടുത്ത് അങ്ങോട്ട് അടി കൊടുക്കും മമ്മി, നമ്മുടെ ബെഡെല്ലാം വൃത്തികേടാക്കിയതിന്. പേടി. ഓ പെണ്ണി, നിന്റെ ശബ്ദം കേൾക്കുമ്പോ ദേഷ്യം തന്നെ, മിണ്ടാതിരുന്നോ?